അടിപൊളി ചേച്ചി. ഓ ഞാനും ശിവയും ലച്ചും കൂടെ ചെയ്ത ഡിസൈനാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. എന്റെ ഇതിന് നല്ല ഡിസൈൻ ഉണ്ട്, പക്ഷേ ഈ കളർ കോമ്പിനേഷൻ ചേരൂല. പിന്നെ അച്ഛന്റെ കളർ കോമ്പിനേഷൻ ഈ ലോകത്ത് ഒരക്കത്തിനും പറ്റൂല. അച്ഛന്റെ ചിരി ഉണ്ടായിരുന്നു. ലജ്ജായി കുഴിപ്പള്ളത്തെ ചോക്കൊണ്ട് 3 വരയും വരച്ച് കുറെ ചെമ്പരത്തി പോയിട്ട് പിക്ചറിനല്ല അത്തം. നമ്മളെ ഈ വീട്ടിൽ നടയില് ഇടുന്ന അത്തം നെയ്യാറ്റിക്കര ഏറ്റവും വലിയ തോന്നും. അത്രയ്ക്കൊന്നുമില്ല. ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും നല്ല വലിപ്പത്തിലും ഭംഗിയിലും കനത്തിലും അത്തയിടാറുണ്ട്. തള്ളുമ്പോ അങ്ങ് നീട്ടി തള്ളിക്കോണം. നിങ്ങളുടെ അത്തം കൊള്ളാം. പണ്ട് ഞാനും ചേച്ചിയും കൂടെ അത്തം ഇടും. പൂ പറിക്കാൻ വേണ്ടിട്ടേ ഞങ്ങളെ അടുത്തുള്ള വീടിലും പറമ്പിലൊക്കെ പോകും. അല്ലേ ചേച്ചി? ഒരു കഥയുണ്ട് കേട്ടാ, പറയട്ടാ. വെളുപ്പാങ്കാലത്ത് ഞാനും ശ്രീകുട്ടും കൊണ്ട് ഇതുപോലെ ഇല്ലില്ല പറയും. വെളുപ്പാങ്കാലത്ത് ഞാനും ശ്രീകുട്ടനും കൂടെ ഇതുപോലെ അത്തത്തിന് പോയിടാൻ വേണ്ടി പോയി. അങ്ങനെ പറിച്ചു ചോദിച്ചപ്പോൾ പട്ടി ഉണ്ടല്ലോ ഓടിച്ചിട്ട്. ഞാൻ നല്ല ഓട്ടം കൊടുത്തു. ഈ പൊട്ടന അന്ന് ചെറുതിലെ പതുക്കല്ലേ ഓടാറിയാമ്പോളൂ. പട്ടി വന്ന് ഒരു സൈഡ് കംപ്ലീറ്റ് കളസ് വാങ്ങി കീറിക്കൊണ്ടുപോയി. ഷർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പാതിയുള്ള കളസ് വിടാൻ പറ്റില്ലല്ലോ, അവനത് ഒരു തോളത്തിട്ടുണ്ട്. പിന്നെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സന്തോഷമായില്ലേ? ആയി. നോം നമ്മുടെ പ്രജകളെ കാണാൻ വേണ്ടി വന്നതാണ്. നല്ല പൂക്കളം, നല്ല നിറഞ്ഞ ചിരി. നോം സന്തോഷവാനായിരിക്കണം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇതാണ് മാവേലി, നല്ല അസല് മാവേലി. പണ്ട് ഞാനൊരിക്കൽ മാവേലി കട്ടി. അമ്മച്ചിമാരൊക്കെ കൈയെടുത്ത് ഞാൻ തൊഴണ്. മാവേലി, ഇതാണ് മാവേലി എന്നും പറഞ്ഞു. അന്ന് ഇത്ര വയറില്ലല്ലേടി? ആ പഴയ മാവേലി അന്ന് നടന്ന നടത്തമുണ്ടല്ലോ, അതൊന്ന് കാണിച്ചു തരാവോ?